ഇത് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നമെടുത്താൽ തൃശ്ശൂർ കുന്നംകുളം അവിടെ ഒരു പ്രാദേശിക നേതാവിനെ പോലീസ് സ്റ്റേഷനകത്തിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത. എത്ര മാസമായി? 6 മാസം കഴിഞ്ഞു. ആ പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? വി.ഡി. സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ? എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? തൃശ്ശൂർ DCC എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? എവിടെയും ഒരു പരാതി കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്? പരാതി കൊടുത്താലല്ലേ ഒരു പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുക. ഇപ്പോൾ ഗവൺമെന്റിന്റെ മുമ്പാകെ നിങ്ങൾ മാധ്യമ രംഗങ്ങളിൽ ഇതിന്റെ വാർത്ത വന്നു. എത്ര ഗൗരവമായിട്ടാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്? അന്വേഷണത്തിന്റെ ഭാഗമായി 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തില്ലേ? ഇത്രയും നീതിപൂർവം പ്രവർത്തിക്കുന്ന ഏത് ഗവൺമെന്റാ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായത്? ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടുള്ളത്? ഏത് സംഭവം നിങ്ങൾ എടുത്തു നോക്ക്. 12 കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഒന്നിച്ചു ചേർത്ത് എന്തോ ഇപ്പോൾ ഒരു ഭയങ്കര സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. എന്തിനാണിത്? 12 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സംഭവം എടുത്തിട്ടാണ് ഇപ്പോൾ ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ നടന്നതുപോലെ പ്രചരിപ്പിക്കുന്നത്. ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് ശരിയായ നിലയിൽ ഗവൺമെന്റ് അന്വേഷിക്കാതിരുന്നിട്ടുള്ളത്? ഈ കേരളത്തിൽ ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. VMS അധികാരത്തിൽ വന്നപ്പോഴാണ് ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചു. ഒരാളെയും ലോക്കപ്പിനകത്ത് വെച്ച് തല്ലാൻ പാടില്ല. നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു ലോക്കപ്പിനകത്ത് വെച്ചും തല്ലാൻ പാടില്ല. ഏത് പ്രശ്നത്തെക്കുറിച്ചും എത്രയോ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കല്ലേ. നിങ്ങൾ ഇപ്പോൾ നോക്ക്, എത്രമാത്രം ഈ മോഷണങ്ങളും തട്ടിപ്പുകളും നടക്കുകയാണ്, കൊലപാതകങ്ങൾ നടക്കുകയാണ്. മിനിറ്റുകൾ വെച്ചുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയല്ലേ. സൈബർ രംഗം എത്ര മിലിറ്റന്റാണ്, എത്ര പെട്ടെന്നാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത്. എല്ലാ രംഗങ്ങളിലും സജീവമല്ലേ. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നു, അതാണ് കേരളത്തിലെ പോലീസ് നയം എന്ന് പറയാവോ? ഒരു തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങളും അംഗീകരിക്കാത്തവരാണ് ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരാ. എന്നെ ലോക്കപ്പിലിട്ട് എത്രമാത്രം തല്ലിയിട്ടുണ്ട്. എന്നെ പെരുവടിയിലിട്ട് തല്ലിയിട്ടില്ലേ. ഞങ്ങളതൊന്നും ഇപ്പൊ കണക്ക് തീർക്കാൻ പറയുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇതൊക്കെ ആലോചിക്കണം. ഈ ഗവൺമെന്റ് ഒരു കുറ്റവാളിയെയും രക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ല. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ്. ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് കേരളത്തിലെ പോലീസ് നയം. ജനങ്ങളുടെ പോലീസാക്കുകയാണ്. എത്രമാത്രം മാറ്റങ്ങൾ ഇപ്പോൾ പോലീസിൽ വന്നിട്ടുണ്ട്. പരിഷ്കരണങ്ങൾ, ജയിൽ പരിഷ്കരണം എത്രമാത്രം മനുഷ്യത്വപരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. അല്ലാതെ 12 വർഷം മുമ്പും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ മുതൽ തുടങ്ങാം. രാജനെ കൊണ്ടുപോയി കത്തിച്ചും വെണ്ണീറാക്കിയില്ലേ അവരായി പറയുന്നത്. അതുകൊണ്ട് അതല്ല ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ലോക്കപ്പ് മർദ്ദനങ്ങളും അനുവദിക്കില്ല. എവിടെയെങ്കിലും തെറ്റായ നിലപാടുകൾ ഉണ്ടെങ്കിൽ പോലീസ് നിയമങ്ങളും ചട്ടങ്ങളും വിട്ട് പ്രവർത്തിച്ചാൽ ആ ഘട്ടങ്ങളിൽ തന്നെ ശക്തമായി ഇടപെട്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ജനങ്ങളുടെ സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും. മികച്ച അപലപിക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും? ഏതാണ് ഈ ഒരു സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ പരാതി ഉണ്ടായിരുന്നു, അത് സ്ഥലം മാറ്റത്തിലേക്ക് മാറി. പിന്നീട് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സസ്പെൻഷനിലേക്ക്. ഞാൻ ചോദിക്കുന്ന പ്രശ്നമേ അതല്ല. ഒറ്റപ്പെട്ട സംഭവത്തിനപ്പുറത്തേക്ക് 6 മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാമത്തെ പ്രശ്നം. കുന്നംകുളം അയാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? വി.ഡി. സതീശൻ പരാതി കൊടുത്തിട്ടുണ്ടോ? അവിടുത്തെ DCC പരാതി കൊടുത്തിട്ടുണ്ടോ? ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഇത് 2 വർഷം മുൻപ് നടന്ന സംഭവമാണ്. ഞാനതാ പറഞ്ഞ വർഷങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള കാര്യം. അന്ന് പരാതിയിൽ സ്ഥലം മാറ്റത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ദൃശ്യങ്ങൾ പുറത്തു വരികയും ഞാൻ ഒരു ഗവൺമെന്റിന്റെ മുമ്പാകെ വസ്തുതകൾ വരുമ്പോഴല്ലേ അതിൽ ഇടപെടാനും നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ.
ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ. ഈ സംഭവം നടന്നപ്പോൾ ആ പരാതിക്കാരൻ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഇത് ഏറ്റെടുത്ത് നടക്കുന്നവർ VD സതീശൻ പരാതി കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് നേതൃത്വം പരാതി കൊടുത്തിട്ടുണ്ടോ? എന്താ കൊടുക്കാതിരുന്നത്? കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നിലപാട് സ്വീകരിക്കൂ. ഒരു ഗവൺമെന്റിന്റെ മുമ്പാകെ വസ്തുതകൾ വരുമ്പോൾ മാത്രമല്ലേ ഗവൺമെന്റിന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക. അത് സ്വീകരിച്ചല്ലോ. ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇവർ സേനയിൽ തുടരാൻ അർഹരാണ് എന്ന് ജയരാജന് തോന്നുന്നു. ഒരു ദൃശ്യത്തിന്റെ മേലെ മാത്രം നമ്മൾ നിലപാടെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ കാണേണ്ടത് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ആ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ദൃശ്യം കണ്ട് അതിന്റെ മേലെ നിലപാടിലേക്ക് എത്തുകയല്ല. എല്ലാ വസ്തുതകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. പോലീസ് സ്റ്റേഷൻ അകത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. അതിലൊരു മാനിപ്പുലേഷൻ നടന്നതായിട്ട് കരുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു ചെയ്തി ഉണ്ടായ ആൾക്കാർക്കെതിരെ നടപടിയല്ലേ ആവശ്യം? അതായത് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പുറത്താക്കണമെന്ന ആവശ്യം CCTVയിൽ വന്ന കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ നിയമപരമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നടക്കും. സസ്പെൻഡ് ചെയ്തില്ലേ? ഇപ്പൊ ഗവൺമെന്റിന് മുമ്പാകെ വന്നപ്പോ 4 ആളെ സസ്പെൻഡ് ചെയ്തില്ലേ? നിങ്ങൾ അതെന്താ കാണാത്തത്? സസ്പെൻഷൻ എന്ന് പറയുന്നത് പകുതി ശമ്പളം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം കിട്ടലില്ല. നിങ്ങൾ ആളെ തൂക്കിക്കൊല്ലലാണോ ഇപ്പൊ ചെയ്യേണ്ടത്? അല്ല, അയാൾ നാളെ രാവിലെ അവരെ തുരുക്കൊല്ലാൻ കഴിയോ? നടപടി എടുത്ത് പുറത്താക്കാമല്ലോ. അവരെ തല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലേ? ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചിട്ടല്ലേ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. അത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചില്ലേ? അതാ നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ പ്രശംസിക്കേണ്ടത്. നിങ്ങൾ എന്താ അത് കാണാത്തത്? സർക്കാരിന്റെ പ്രതിച്ഛായക്കല്ലേ ഇതൊക്കെ മങ്ങലേൽപ്പിക്കുന്നത്? ഈ പോലീസിനകത്ത് എല്ലാവരും ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ നടക്കുന്നവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പലതരത്തിലുള്ള ആളുകളും പോലീസ് സേനയിൽ ഉണ്ടാകാം. പക്ഷേ ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ആ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്ക് നേരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്. അത് ഈ ഗവൺമെന്റ് ചെയ്തില്ലേ? അതിനെ പ്രശംസിക്കൂ. നിങ്ങൾ ഈ 2 കൊല്ലം മുമ്പ് നടന്ന കാര്യം, 12 കൊല്ലം മുമ്പ് നടന്ന കാര്യം, 6 മാസം മുമ്പ് നടന്ന കാര്യം, അതെല്ലാം ഒന്നിച്ചിപ്പോ കൊണ്ടുവന്ന് ഇപ്പൊ എന്തോ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ നടന്നതാണ് എന്ന് വരുത്തുന്നത് ബോധപൂർവമാണ്. ഇതൊരു ഗുണകരമായ വശമല്ല. ഈ പോലീസിന്റെ പുറത്താക്കുമ്പോഴല്ലേ പ്രതിച്ഛായ വർദ്ധിക്കുക? സേനയിൽ ഇത്തരക്കാരെ പുറത്താക്കുമ്പോഴല്ലേ ഈ സേനയുടെ നിങ്ങൾ പുറത്താക്കണം. നിങ്ങൾക്ക് പുറത്താക്കാൻ പറയാം. അതിന് നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലേ? ഈ നടപടി ഇത് മതി നിങ്ങൾ ഈ പറയുന്ന മതിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇതിന് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ പറ്റൂ. ഇപ്പൊ അയാളെ വെടിവെച്ച് കൊല്ലണം എന്ന് നിങ്ങൾക്ക് പറയാ. ചെയ്യാൻ പറ്റുമോ? എന്താ ബോധപൂർവമായ ശ്രമം അങ്ങനെ പ്രതിച്ഛായ ഈ ഗവൺമെന്റ് അങ്ങനെ തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ വന്നില്ലേ? വേറെന്താ നിങ്ങൾക്ക് വേണ്ടത്? അതിനടിസ്ഥാന നടപടി വന്നില്ലേ? ഈ ഗവൺമെന്റ് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിനെ പോലെ ശരിയായ നിലപാട് സ്വീകരിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ടായിരുന്നോ? ഈ പറയുന്നവരെല്ലാം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവരുടെ ഭരണകാലഘട്ടത്തിൽ? ആ കാര്യങ്ങൾ മറന്നുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒന്നിനെയും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന കാര്യം ശരിയായ നിലയിൽ പരിശോധിച്ച് ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ലേ? അതിനെ പ്രശംസിക്കൂ. തെറ്റുകൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതെല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ന് രാവിലെ സംഭവിച്ചതുപോലെ വാർത്ത നടത്തുക, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതാണ് നടക്കുന്നത് എന്ന് വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഗുണകരമായിട്ടുള്ളതല്ല. അത് കുറ്റവാളികളെ സഹായിക്കാനുള്ളതാണ്. കാര്യം പറഞ്ഞല്ലോ, എല്ലാ പോലീസുകാരും സർക്കാരിന്റെ നയം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിൽ അത്തരക്കാരെ പാഠം പഠിപ്പിക്കേണ്ടത് ആഭ്യന്തര വകുപ്പല്ല. അങ്ങനെ അത്തരക്കാരെ നമ്മൾ വികാരപരമായിട്ട് എടുക്കരുത്. അത്തരക്കാരെ പാഠം പഠിപ്പിക്കുക. ഇതൊരു പോലീസ് സേനയാണ്. ആ പോലീസ് സേനക്കകത്ത് നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അതിനനുസരിച്ച് ഏത് ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ പറ്റൂ. അവർക്കും അതിൽ ചില അവകാശങ്ങളുണ്ട്. അതൊന്നും കാണാതെ ഇങ്ങനെ പോലീസ് സേനയിലുണ്ട് എന്നാൽ അവരെ എല്ലാം പിരിച്ചുവിടാൻ പറ്റുമോ? നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശാന്തമായി ആലോചിക്കുക. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുക. ഈ ഗവൺമെന്റ് എന്നും ശരിയുടെ പക്ഷത്താണ്, ജനങ്ങളുടെ പക്ഷത്താണ്. ഒരു ലോക്കപ്പ് മർദ്ദനങ്ങളും അനുവദിക്കാത്ത ഗവൺമെന്റാണിത്. ഈ കേരളത്തിൽ ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ഞങ്ങളുടെ പൂർവ്വകാല അനുഭവം കൊണ്ടാണ്. മൊയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നത് പോലീസ് ലോക്കപ്പിലും ജയിലിനകത്തും വെച്ചാണ്. എത്ര ആളുകൾ ഇതുപോലെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് വളർന്നു വന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ അനുഭവിച്ചതുപോലെ ലോക്കപ്പ് മർദ്ദനം അനുഭവിച്ച ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ?
ഇതെല്ലാം അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് നീതിപൂർവമാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും. ഒരു ശങ്കയും വേണ്ട. ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ തന്നെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിനെ മെച്ചപ്പെടുത്താനും അത് ജനസേവനത്തിന്റെ ഭാഗമാക്കി തീർക്കാനും ശ്രമിക്കുകയാണ്. ഇപ്പോൾ കുറെ ഭാഗം അതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതാണ് ഈ സൈബർ കുറ്റം തെളിയിക്കുന്നതിൽ, കൊലപാതകികളെ കണ്ടെത്തുന്നതിൽ മണിക്കൂറുകൾ വെച്ചിട്ടല്ലേ ആളുകളെ പിടിക്കുന്നത്. എത്ര വിജിലന്റാണ്. എന്താണ് അതൊന്നും കാണാത്തത്? ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കാണണം എന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അതൊരു പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്നില്ല. അത് പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിച്ചേക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ 6 മാസം 2 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇപ്പൊ എടുത്ത് ഇന്നലെ നടന്നതുപോലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അത് പ്രതിച്ഛായ തകർക്കാനാണ്. ആ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും, ഈ നാട് തിരിച്ചറിയും. ദൃശ്യങ്ങളൊന്നും പുറത്തു വരാറില്ല. അതൊക്കെ പോലീസ് എങ്ങനെയാണ് പുറത്തു വരാറില്ല നിങ്ങൾ പറയുന്നത്? പലപ്പോഴും രാഷ്ട്രീയ ഗൂഢാലോചന വന്നതല്ലേ നമുക്ക് പറയാൻ കഴിയുക. വരുമ്പോഴാണ് അത് വാർത്തയാവുന്നതും അത് ജനങ്ങളിലേക്ക് എത്തുന്നതും. വാർത്ത വന്നാലല്ലേ ഞങ്ങൾക്കറിയാൻ സാധിക്കുക. അതെ, ഇത് പുറത്ത് അല്ലെങ്കിൽ പരാതിക്കാരൻ പറയണം. 2 കൊല്ലം മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ച് ഇന്ന് വരെ പരാതി പറഞ്ഞില്ലല്ലോ സുഹൃത്തെ. അല്ല, 6 മാസം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് ആ പരാതിക്കാരൻ അന്നൊന്നും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഇതാ നിങ്ങൾ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഈ പ്രശ്നം തീരില്ലേ? ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഈ RSS ശോഭാ സുരേന്ദ്രൻ ആരും നിങ്ങൾ വെറുതെ ഇവിടെ ഏതെങ്കിലും പൊളിറ്റീഷ്യനെ കുറിച്ച് പറയും. പോലീസിലുണ്ട്, അവർ നമുക്ക് എല്ലാ വിവരങ്ങളും നൽകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയാണ്. ഒരു സ്ലീപ്പിംഗ് സെൽ അവര് പറയുന്നൊന്നും ഞാൻ മുഖവിലക്ക് എടുക്കാറില്ല. ഞാൻ അവര് പറയുന്നത് ഒരു പൊളിറ്റീഷ്യന്റെ വാക്കുകളായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അവര് പറഞ്ഞതൊന്നും നിങ്ങൾ എടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി പുറപ്പെടരുത്. നിങ്ങൾ അതിന്റെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിലും നിങ്ങൾ പറയും. അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ? അത് പറയും. RSSന്റെ സാന്നിധ്യം ഉണ്ട് ഈ പോലീസിൽ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതൊന്നും ഇപ്പൊ ഞാൻ പോലീസ് സേനയെ നയിക്കുന്ന ആളല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്ക് അന്വേഷിക്കാം. ഈ ദൃശ്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നതിലും ഇത് വലിയ ചർച്ചയാവുന്നതിലും മറ്റെന്തെങ്കിലും ഗൂഢാലോചന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, അങ്ങനെയാണോ? ഇത് പൂർണ്ണമായും ഇത്തരത്തിൽ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഭയങ്കരമായി പെരുപ്പിച്ച് ഈ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനുവേണ്ടി സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 2 കൊല്ലം മുമ്പ് നടന്നതും 6 മാസം മുമ്പ് നടന്നതും ഒക്കെ ഇന്നലെ പോലെ വാർത്ത വന്നില്ലേ? ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ ഞങ്ങളൊക്കെ ധരിച്ചത് ഇന്ന് ഇപ്പൊ നടന്നതാണ്. അന്വേഷിക്കുമ്പോഴാണ് ഇത് 6 മാസം മുമ്പ് നടന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഈ ഗവൺമെന്റിന്റെ മഹിമ, ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന UDFന്റെ അവരെ ജനങ്ങളാകെ വെറുക്കുകയാണ്. UDF കോൺഗ്രസ് ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ജനങ്ങൾ വെറുക്കുന്നു. യൂത്ത് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ജനങ്ങൾ വലിയ മതിപ്പുണ്ടാക്കുന്നു. ഇത് കണ്ടപ്പോൾ സഹികെട്ട കുറെ ആളുകൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഇതിനെ തിരിച്ചറിയാനും ജനപക്ഷത്ത് നിൽക്കാനും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളെ സഹായിക്കണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ SFI നേതാവാണോ അല്ലയോ എന്നുള്ളതേ അല്ല ഇവിടെ പ്രശ്നം. ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആരായാലും A or B, നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? പാർട്ടിയാണോ പാർട്ടിയല്ല? ഇവിടെ എല്ലാവരും പ്രശ്നമാണ്. ഇവിടെ വിഷയം പാർട്ടിക്കാരെ നോക്കിയിട്ട് നിലപാടെടുക്കാൻ പറ്റൂ? പോലീസിന്റെ ഭാഗത്തുനിന്നേ ഞാൻ ചോദിക്കുന്ന, പാർട്ടിക്കാരെ നോക്കിയിട്ട് നടപടിയെടുക്കാൻ പറ്റൂ? അങ്ങനെ എടുക്കുന്നില്ലല്ലോ. മുമ്പ് കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നതാണ് പോലീസുകാർക്ക് പ്രത്യേക പരിഗണന. ഇപ്പൊ നിങ്ങൾ അതില്ല, അത് വിട്ടു. അത് നന്നായി. പണ്ട് പറയും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ മാർക്സിസ്റ്റുകാർക്ക് ഒരു കസേല കൊടുക്കുന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആരും അത് പറയാത്തത് വളരെ സന്തോഷം. ആര് പറഞ്ഞാലും എന്തുകൊണ്ട് അന്ന് ആ കാര്യങ്ങൾ ഉന്നയിച്ചില്ല? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്താ ചെയ്യുന്ന ആ കാര്യം എടുത്തുകൊണ്ട് ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുക. ഇപ്പോൾ 12 കൊല്ലം മുമ്പ് ഇവിടെ അന്ന് പിണറായി വിജയനാണോ ഭരിക്കുന്നത്? 12 കൊല്ലം മുമ്പ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം. ശരി, കാണാം.